കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ പെൺകുട്ടികളെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു. വെറുതെ കിടന്ന് ഉരുളാദാശനെ ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം. ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ്. പിന്നെ ഇപ്പൊ എടുക്കുന്നെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാൽ മതി. നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തായാലും ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. ഒരു ഒറ്റ ഇടിയ പറ്റുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റൊന്നും എനിക്ക് ഒരു ഉദ്ദേശമില്ലെന്ന് പറഞ്ഞിട്ട് ഇവര് പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത്. അതെപ്പോ അഴകെ ഉണ്ട്. എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ല. രഞ്ജിത്തിന്റെ പോലല്ലല്ലോ ഇത്. 24 കൊല്ലം 26 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരുന്നു പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. പോയില്ലേ? പിന്നെ അല്ലാതെ CPM-ന്റെ MLA അല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങാനും തിരിഞ്ഞു നോക്കൂ. ഇതിനെതിരെ 2021 രേവതി സമ്പത്ത് ഒരു ആരോപണം ഉന്നയിച്ചു. തുടർച്ചയായിട്ട് ഇന്നലെ ഉന്നയിച്ചു. ദൈവമേ പണി പോളിയാ. അതിലാണ് അദ്ദേഹം ഇപ്പോ അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാവിലെ. എല്ലാം പറഞ്ഞു. അതേപോലെ തന്നെ വീണ്ടും ആരോപണം ഉന്നയിച്ച് അകത്താക്കാം. ടാർഗറ്റ് തന്നെ ഇത്. ടാർഗറ്റ് തന്നെ ഇത്. എന്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല പണ്ട് മുതലേ. CPM-ന്റെ അന്ന് 26 കൊല്ലം മുമ്പ് നടന്നതല്ലേ. എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഭരണകക്ഷി ആയിരിക്കത്തില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.